അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മക്കളെ കൈകൾ മാറ്റി മാറ്റി വെക്കണം കേട്ടോ. രോഗമുള്ളിടത്തെ അഭിഷേക പ്രാർത്ഥനയുടെ സമയത്തും രോഗസൗഖ്യ പ്രാർത്ഥന സമയത്തും യേശു കർത്താവാണ് എന്ന അധരം കൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവം അവന് മരിച്ചു എന്ന് ഉയർപ്പിച്ചു. അങ്ങനെയാണ് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. യേശു കർത്താവാണ് പറഞ്ഞേ. യേശു കർത്താവാണ്. ഞാൻ അധരം കൊണ്ട് ഏറ്റു പറയുന്നു. ദൈവം അവനെ മരിച്ചു എന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന കർത്താവിന്റെ ഉയർപ്പിന്റെ ശക്തിയാൽ എന്റെ മാരക ദുരോഗങ്ങളെ വിട്ടുമാറട്ടെ. യേശു കർത്താവാണെന്ന് ഞാൻ അധരം കൊണ്ട് ഏറ്റുപറയുന്നു. ദൈവം അവനെ മരിച്ചു വീഴുന്ന ഉയർപ്പിച്ചെന്ന് എന്റെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങളെ വ്യാധികളെ ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടുകൂടി വേണം. അച്ഛൻ നിങ്ങളെ ശാസിക്കും, അത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുത്. കാര്യം നിങ്ങളെ എല്ലാവർക്കും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ആധ്യാത്മിക ധാരണ പിശകുകൾ തിരുത്താനാണ് അച്ഛൻ നിങ്ങളെ ശാസിക്കുന്നത്. പക്ഷേ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധി കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, അമ്മയാണ് എന്നെ കൊണ്ടുവന്നത്. എൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് ഈ മണ്ണിൽ നിന്ന് എനിക്ക് പരിഹാരം ഉണ്ടാകും. ആ ഒരു ബോധം ഉണ്ടായാൽ മതി. ബാക്കി ഒരു പ്രശ്നവുമില്ല. ബാക്കിയെല്ലാം നമ്മളല്ല ചെയ്യണത്, അമ്മയാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ്. ഇപ്പോഴവർ ദൈവം അനുഗ്രഹിക്കും. കാര്യം നമ്മുടെ ഒരു പ്രതീക്ഷ, അവർ രക്ഷപ്പെട്ട നമ്മളുടെ കുറേ പ്രശ്നങ്ങളെല്ലാം സമാധാനത്തിൽ അവസാനിക്കും. അതുകൊണ്ട് അവരുടെ ജോലി, അവരുടെ വീട്, അവരുടെ വിവാഹം, അവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ പരീക്ഷ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ായി നാമത്തിൽ സഭയിലെത്തിയ മക്കളെ കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും മക്കളുടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിലുള്ള രോഗികളെ, നിങ്ങളുടെ തന്നെ രോഗങ്ങളെ, ഉടമ്പടി വച്ചിരിക്കുന്ന രോഗങ്ങൾ, അതുമേലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടിയും പൂർവാധികം ആരോഗ്യത്തെ വിടുതൽ പ്രാപിച്ചുകൊണ്ട് കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ.
കുടുംബത്തിലെ എല്ലാ മക്കളെയും സമർപ്പിച്ചു എല്ലാ മേഖലകളെയും കരിഞ്ഞ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ട ജോലിയില്ലാത്തവരെ, അതുപോലെ തന്നെ സാമ്പത്തികമായ ബാധ്യതയുള്ളവരെ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, സർവീസ് പ്രോബ്ലംസ് ഉള്ളവരെ, കുടുംബസമാധാനം ഇല്ലാത്തവർ, കുടുംബം വൈവാഹിക ബന്ധം പിരിയാൻ പോകുന്നവർ, കേസിലകപ്പെട്ടിരിക്കുന്നവർ, വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ഉടമ്പടി വച്ചിരിക്കുന്ന വിഷയങ്ങളുടെ പേരിൽ ദൈവിക വിടുതൽ സംഭവിക്കാൻ പരിശുദ്ധയുടെ മധ്യശേഷ നാമത്തിൽ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഉടമ്പടി വിഷയങ്ങളെയും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ ഓരോരുത്തരെയും സാക്ഷികളായി ഏർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായി 7:24. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും പറ എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ഇതാണ് ഇതിന്റെ ഗുഡൻസ് എന്ന് പറയുന്നത്. ചുമ്മാ പാറയും മണ്ണും പറയുകയല്ല. അതായത് വളരെ ശാസ്ത്രീയമായിട്ടാണ് ബൈബിള് ഒരു വ്യക്തിയുടെ ആധ്യാത്മികതയെ ബിൽഡപ്പ് ചെയ്യണത്. അതായത് ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് എല്ലാ വിഷയങ്ങളോടും ആവശ്യമില്ലാതെ പ്രതികരിക്കുകയും ചിലപ്പോൾ നമ്മൾ തന്നെ വീക്ക് വാങ്ങിക്കും, ചിലപ്പോൾ നാട്ടുകാരൊക്കെ ചിലപ്പോൾ അവർക്ക് തിരിച്ച് പണി കൊടുക്കും. ഇങ്ങനെ നാശക്കുഴി കിടന്ന് കുഴഞ്ഞു മറിഞ്ഞ് കിടന്ന ആൾക്കാരെ വീണ്ടെടുക്കാനും ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം കൊടുക്കുന്ന ഫസ്റ്റ് ഡോസ് എന്താണത്? വചനം. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് എൻ്റെ ഈ വചനം കേൾക്കുകയും എൻ്റെ ഈ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവര് പാറമേൽ തന്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. അപ്പോഴേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാല് ഒരു വ്യക്തി അവൻ പലതരത്തിൽ ദൈവത്തിൻ്റെ വചനം നിരാകരിച്ചുകൊണ്ട് അവൻ്റെ സ്വന്തം ബുദ്ധിയിലും ശക്തിയിലുമൊക്കെ ആശ്രയിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൂടുതൽ കുഴപ്പവും മുറിവുകളും ഒക്കെ ഉണ്ടാക്കി നാശക്കുഴി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ഇവന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യണത് അവനോട് പറയും ദൈവവചനം അനുസരിച്ച് ജീവിതം പുനഃക്രമീകരിക്കാൻ ചെയ്യും. ദാറ്റ് ഇസ് കവനൻറ്റ്. മനസ്സിലായില്ലേ? ഇവിടെയാണ് കവനൻ്റ് വരുന്നത്, ഉടമ്പടി വരുന്നത്. അങ്ങനെയാണ് നാശക്കുഴി എന്നുള്ള രക്ഷിക്കുന്നതിന് ദൈവത്തിൻ്റെ ഒരു മെത്തേഡാണ് ഉടമ്പടി. അപ്പോൾ ദൈവം പറയും എനിക്ക് നിനക്ക് കമ്മ്യൂണിക്കബിളായിട്ട് ഇപ്പം നമ്മൾ ചിലരോട് മൊബൈൽ വിളിക്കുമ്പോൾ പറയും നിങ്ങൾ റേഞ്ചുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ പറയത്തില്ലേ? അതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ ഒരാളുമായിട്ട് മൊബൈൽ സംസാരിക്കുക പറയും നമ്മൾ കീ കൂക്കൂ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഏയ് നിങ്ങൾ റേഞ്ചുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ പറയും. എന്താ കാര്യം? ദൈവം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യും. ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് റേഞ്ചുള്ള സ്ഥലത്തേക്ക് നമ്മളെ മാറ്റി നിർത്തും. മോസസിന് റേഞ്ചില്ലാത്ത സ്ഥലത്ത് നിന്ന ആളാണ് മോസസ്.
എബ്രാഹിം റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന ആളാണ്. കാര്യം വല്ല മഹാപോക്രികളായിരുന്നു. മഹാപോക്രികളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് അവനോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് വിഷയമാണ്. അത് വിട്ടുപോരാൻ പറയും. അതുകൊണ്ട് വിട്ടുപോരാൻ ലോത്തിനോടൊക്കെ പറയത്തില്ലേ, നിങ്ങൾ അവരെ വിട്ടുപോരാനൊക്കെ പറയത്തില്ലേ. അതായത് എപ്പോഴും ചില സമയത്ത് ദൈവത്തിന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് വിട്ടുപോരുക. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഉൽപ്പത്തി 19:14. ഉടനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാൻ എന്നവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എഴുന്നേറ്റ് ഉടനെ ഈ സ്ഥലം വിട്ടുപോവുക, കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുക. അപ്പൊ കർത്താവ് നശിപ്പിക്കാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് വിട്ടുപോരാൻ, ഷിഫ്റ്റ് ചെയ്യാൻ പറയും. അതായത് നമ്മൾ തിന്മകളിലാണെന്നെങ്കിൽ അവിടെ എപ്പോഴായാലും നാശം വരും. ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. ദൈവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളുടെ തിന്മയുടെ ഒരു അവസ്ഥയിലാണ്, കെട്ടുപാടിലാണ്, ചുറ്റുപാടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ വിട്ടു പോരേണ്ടി വരും. ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല. അതാണ് വിഷയം. കമ്മ്യൂണിക്കബിൾ റേഞ്ചുള്ള ഏരിയയിലല്ല നിൽക്കണത്. നിങ്ങളുടെ വിശ്വാസം നിരക്കാത്ത പ്രണയത്തിലും മറ്റു കാര്യങ്ങളൊക്കെ കുടുങ്ങിക്കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും മുട്ടയെന്ന് കർത്താവിൻ്റെ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. കർത്താവ്, ഞാൻ അകപ്പെട്ടതാണ്, അല്ലെങ്കിൽ എന്നെ അകപ്പെടുത്തിയതാണ്. ഇപ്പം ഞാൻ ചെയ്യണ എല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ട്. ആണല്ലേ പെണ്ണല്ലേ, രണ്ട് ജാതിയല്ലേ, പിന്നെ അടുത്ത് വേറെ എന്നാ നോക്കാനാണ് എന്ന് പറയാം. അങ്ങനെ നോക്കി അപ്പം നമ്മൾ ആ രീതി പെട്ടിരിക്കുകയാണ് സാധനം. നമ്മൾ പെട്ടതാണ്. ആണുമല്ലേ, ഇന്ന് രണ്ട് ജാതിയല്ലേ, ആണും പെണ്ണും രണ്ട് ജാതിയല്ലേ ഉള്ളു, പിന്നെ എന്താ ഇതിൻ്റെ അത് വേറെ, അതൊക്കെ പിന്നെ മതക്കാരുണ്ടാക്കുന്ന സംഭവമല്ലേ. പക്ഷേ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഈ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ഹൈബ്രിഡ് ഉൽപ്പന്നമല്ല വിശ്വാസം. ആണോ? ഹൈബ്രിഡ് ഉൽപ്പന്നം അല്ലല്ല. ഇത് എത്രയോ വർഷങ്ങളായിട്ട് ഊതിക്കാച്ചിയ പൊന്നുപോലെ 10,000 ദൈവദാസന്മാരുടെ ജീവിതം കൊണ്ട് വിശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്ത ഏറ്റവും ശക്തമായ ഒരു ഉറപ്പുള്ള സ്ഥലത്താണ്. കാര്യം അതിൻ്റെ ഇപ്പം നമ്മുടെ വിശ്വാസത്തിൽ തന്നെ എന്തുമാത്രം ആസ്തിഭദ്രതയാണുള്ളത്. ഇപ്പം ശബശാനോസിന് തിരുനാൾ ആഘോഷിക്കേണ്ട സഭ അത് വൃത്തികേടായിട്ട് 50 പെരുന്നാളാക്കി മാറ്റി. അതിന് നമുക്ക് പണി വരുന്നുണ്ട്, അതിരിക്കട്ടെ, ഞാൻ അത് പറയണില്ല. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് പേക്കൂത്താണ് ഈ 50 പെരുന്നാളായിട്ട് നടത്തുന്നത്. ഊളപ്പാട്ടൊക്കെ പാടി, പൂളക്കള്ളൊക്കെ കുടിച്ച്, പൂളക്കള്ളം കുടിച്ച് ഊളപ്പാട്ടും പാടി പിശാചിനെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സെബസ്ത്യാൻ 50 മുറിയും ചത്തത് എന്തിനാണ്? ഈ മനുഷ്യൻ ദൈവമാണെന്ന് പറഞ്ഞിട്ട് മകളെ കെട്ടിച്ച് കൊടുക്കാവുന്ന ഡേക്കുലേഷൻ പറഞ്ഞു, പറമ്പ് കൊടുക്കാമെന്ന് പറഞ്ഞു. തൻ്റെ പറമ്പും വേണ്ട എനിക്ക്, തൻ്റെ പെണ്ണിനെയും വേണ്ട, ഞാൻ വിശ്വസിക്കുന്നത് നിത്യജീവന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിരുമാറ് കാണിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായപ്പോൾ അവന് വേണ്ടി വേലപഠനം കാണിച്ചു കഴിഞ്ഞാൽ അവനൊക്കെ വെറുതെ വിടുക ദൈവം. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള അനാചാരങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ സഭയിൽ നിന്ന് മാറ്റേണ്ടതാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതി. ഹല്ലേലൂയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഏരിയ, റേഞ്ചുള്ള ഏരിയ, ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഇടത്തിലേക്ക്, അതാണ് ഉടമ്പടി ആദ്യം ചെയ്യണത്. ഉടമ്പടി എന്താ ചെയ്യണത്? അനുതപിക്കുക, അനുസരിച്ചാൽ നിങ്ങൾ അത്ഭുതം പ്രാപിക്കും. അതാണ് സംഭവം. ആദ്യം അനുതാപത്തിലേക്കാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യുന്നല്ലേ, അനുതാപം എന്ന് പറയുമ്പോൾ നമ്മുടെ ധ്യാന ഗുരുക്കന്മാർ പൊതുവെ പറയുന്ന ഒരു അനുതാപമല്ല. ഉടമ്പടിയിൽ അനുതാപം എന്ന് പറയുന്നത് ദൈവത്തിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ തലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നതിൻ്റെ അർത്ഥം. ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന, നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന, അതിന് കുറച്ച് വിട്ടു പോരേണ്ടി വരും. മനസ്സിലായേ? ലോത്ത്
ലോത്തിൻ്റെ അപകടം എന്താ സംഭവിച്ചത്? ലോത്ത് കൂടാരം സൊദോം വരെ നീട്ടിയടിച്ചു. അതാണ് പ്രശ്നം. ലോത്തിൻ്റെ പ്രോബ്ലം അതല്ലേ? ലോത്ത് നശിക്കാനുണ്ടായിരുന്ന ഇടവ് എന്താണ്? ലോത്തിന് പിന്നീട് ഈ ജോർദാനൊക്കെ ലോത്തിന് ആകാൻ കാര്യം എന്താണ്? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ കിട്ടിയോ അല്ലെങ്കിൽ മരുഭൂമി കിട്ടിയോ എന്നല്ല. മരുഭൂമി കിട്ടി, എബ്രാഹാം തെളിഞ്ഞു പോവുകയും ചെയ്തു. ജോർദാൻ അന്ന് നനച്ച് വളർത്തപ്പെട്ട വസ്തു പുരയിടങ്ങൾ കിട്ടിയ ലോത്ത് നശിക്കുകയും ചെയ്തു. എൻ്റെ മക്കളെ, നാശവും നന്മയൊക്കെ അന്തിമമായി തീരുമാനിക്കണ കർത്താവാണ്. അപ്പോൾ കർത്താവിൻ്റെ വചനം അനുസരിച്ച് നമ്മുടെ ജീവിതം പുനഃക്രമീകരിക്കുമ്പോഴാണ് നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളെ കർത്താവ് അനുകൂലമാക്കണത്. പ്രൈസ്തലോട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പ്രദാനം ചെയ്യണമേ. നിന്നെ പോലൊരു ദൈവമില്ല. അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ബിൻസി. ഞാൻ കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരി വേളങ്കോട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും പരിശുദ്ധ അമ്മ ഇവിടെയുണ്ടല്ലോ, ഓടി നടക്കണ്ടല്ലോ എന്നാണ് എന്നോട് ഉടമ്പടി എടുക്കാൻ പറയുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനൊന്ന് ഞാനൊരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ആങ്ങളയുടെ ഭാര്യയുടെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളും കാശ് രൂപവും ഉടമ്പടി തൈലവും എനിക്ക് കുരിശ് വരയ്ക്കാൻ തന്നു. നീ പ്രാർത്ഥിച്ചിട്ട് തന്നാൽ മതി പറഞ്ഞ് കൈപ്പുസ്തകം എനിക്ക് തന്നു വിട്ടു. ഞാൻ തിരിച്ചു പോരുമ്പോൾ അവിടെ ആ പച്ചത്തിരിയിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു 3-4 കഷ്ണം എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നല്ല മെഴുകുതിരി സ്റ്റാൻഡ് വെച്ച് പുതിയ മെഴുകുതിരി കത്തിച്ച് ഞങ്ങളന്ന് സന്ധ്യാപ്രാർത്ഥന നടത്തി. അങ്ങനെ 2-3 ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു. പരിശുദ്ധ അമ്മ എൻ്റെ 2 കൈയും മുകളിലോട്ട് ഉയർത്തി പിടിച്ചു. ഞാൻ പരിശുദ്ധ അമ്മയുടെ കാൽച്ചുവട്ടിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, നീ വിശ്വസിക്കുക, അവരുടെ മുഴകൾ മാറിപ്പോയത് നീ കേട്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പരിശുദ്ധ അമ്മയാണ് എൻ്റെ അടുക്കൽ വന്ന് നിന്നെന്ന് മനസ്സിലാക്കി ഞാൻ വേഗം അവിടെ ഇരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോഴും അമ്മ എൻ്റെ കയ്യിൽ 2 കൈയിലും പിടിച്ചതിൻ്റെ വേദന 5 മിനിറ്റോളം ഞാൻ അവിടെ ഇരുന്ന് അനുഭവിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇച്ചാൻ്റെ ജോലി സംബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. ആ ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് സാധിച്ചു. ഇച്ചാന് സർവീസ് ബാങ്കിലായിരുന്നു ജോലി. സാമ്പത്തിക മേഖലയിൽ പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് ഇച്ചാനെ സസ്പെൻഡ് ചെയ്തു.
4-5 വർഷത്തോളം കോടതിയിൽ കേസ് നടന്നു. കോടതിയിൽ നിന്ന് ഇച്ചായന് പിന്നെ ജോലിയിലേക്ക് തിരിച്ച് കയറാൻ അനുമതി കിട്ടിയെങ്കിലും ബാങ്കിൽ നിന്ന് അവർ കയറ്റിയില്ല. ജോലി സസ്പെൻഷനിലായിരുന്ന സമയത്ത് അത്രയും ശമ്പളവും കൂട്ടിക്കൊടുക്കാൻ വേണ്ടി അവരന്നേരം അനുമതി കൊടുത്തിരുന്നു. അവർ കയറ്റാതിരുന്നപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പുതുക്കിയതിൻ്റെ 13ാമത്തെ ദിവസം ഇച്ചായനെ ജോലിയിൽ കയറി ദൈവം പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. പിന്നീട് എൻ്റെ അച്ചാച്ചന് 2 അറ്റാക്ക് വന്നായിരുന്നു. 75 വയസ്സ് പ്രായമുള്ളതുകൊണ്ട് അച്ചാച്ചന് ബൈപ്പാസ് ചെയ്യാനായിട്ട് സാധ്യമായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലവും കാശ് രൂപവും ഉപ്പും എല്ലാം അച്ചാച്ചന് കൊണ്ടുപോയി കൊടുത്ത് അച്ചാച്ചന് അസ്വസ്ഥത വരുമ്പോൾ ഇത് കൊടുക്കുകയും അച്ചാച്ചന് ഇപ്പോൾ നല്ല ആശ്വാസം കിട്ടുകയും ചെയ്തു. ഇപ്പോൾ അങ്ങനെ അച്ചാച്ചന് അസുഖങ്ങൾ അങ്ങനെ കടന്നു വരാറില്ല. പിന്നെ 5-6 വർഷമായിട്ട് എനിക്ക് പൊടി അടിക്കുമ്പോൾ അലർജി ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഭയങ്കര തുമ്മലും ജലദോഷവും പനി ആ സമയത്ത് പെട്ടെന്ന് വരും. ഞാൻ മരുന്ന് മേടിച്ച് വെച്ചിട്ടായിരുന്നു വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഉടമ്പടി തൈലം ഉപയോഗിക്കാൻ തുടങ്ങിയത് പിന്നെ എനിക്ക് ജലദോഷമോ തലവേദനയൊന്നും അങ്ങനെ വരാറില്ല. പിന്നെ എൻ്റെ ആൻറ്റിയുടെ മകൾക്ക് ഹയർ സെക്കൻഡറിയിൽ ജോലി, അവരുടെ വീടിനടുത്ത് തന്നെയുള്ള സ്കൂളിലൊരു ജോലി കിട്ടാൻ വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. 7-8 വർഷമായി അവർ അതിന് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആദ്യത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ ആ ഉടമ്പടിയിൽ നിയോഗമായി വെക്കുകയും അവർക്ക് ഈ ഇൻ്റർവ്യൂവിൽ തന്നെ ജോലി കിട്ടുകയും ചെയ്തു. പിന്നെ അവരുടെ ജോയ് എന്ന് പറയുന്ന മകന് ജന്മന ശബ്ദത്തിന് കേൾവിക്കുറവുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം അവന് പൂർണ്ണമായിട്ട് കേൾവി നഷ്ടപ്പെടുകയും 3-4 മാസം കുഞ്ഞിനെ സ്കൂളിൽ വിടാതിരിക്കുകയും ചെയ്തു. വീട്ടിലിരുത്തി പഠിപ്പിച്ചു. ഞാനിവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് എഫാത്ത തുറക്കപ്പെടട്ടെ എന്ന വചനം അവർക്ക് കൊടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവന് പിന്നെ കേൾവി ശക്തി തിരികെ കിട്ടുകയും ചെയ്തു. പിന്നെ മെറീന എന്ന മിസ്സ് വിസർബ് എന്ന രോഗം മൂലം കഷ്ടപ്പെടുകയായിരുന്നു. മോനെ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. ഇതറിഞ്ഞ് ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളും കാശ് രൂപവും പേപ്പറും എടുത്ത് ടീച്ചറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ടീച്ചറിന് കൊടുത്തു. അന്ന് ടീച്ചറിന് ഒത്തിരി ആശ്വാസം ലഭിച്ചു. പിറ്റേ മാസം മുതൽ ടീച്ചർ എൻ്റെ കൂടെ ഉടമ്പടി എടുക്കാൻ ഈ ദേവാലയത്തിൽ കടന്നു വരികയും ഇന്നും എന്നോടുകൂടി ഒന്നിച്ച് കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വളർത്തു പശുവിന് ശക്തമായ പനി വന്നു. 7 മാസം ഗർഭിണിയായിരുന്നു. അന്ന് ഡോക്ടർ 2-3 ഇഞ്ചക്ഷൻ എടുത്തു. 4ാമത്തെ ഇഞ്ചക്ഷൻ എടുക്കാൻ ഇനി അതിന് ശേഷിയില്ല. അത് 7 മാസം ഗർഭിണി ആയതുകൊണ്ട് ഒന്നെങ്കിൽ ഗർഭം അലസിപ്പോവും അല്ലെങ്കിൽ തളർന്നു പോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ കൃപാസനത്തിലെ ഉപ്പും തേനും കാശ് രൂപവും എല്ലാം പശുവിന് കൊടുത്ത് പശു പുല്ല് തിന്നുന്നുണ്ടായിരുന്നില്ല. ഞാൻ അതിന് ഓരോ പുല്ല് അതിനിഷ്ടമുള്ള പുല്ല് നോക്കി എടുത്ത് അതേൽ തൈലം തേച്ച് അതിൻ്റെ വായിൽ കൊടുക്കുകയും പിറ്റേ ദിവസമായപ്പോഴത്തേന് അതിന് പനിയെല്ലാം കുറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പം ഡോക്ടർ എന്നോട് ചോദിച്ചു, ചേച്ചി എന്നാണ് കൃപാസനത്തിൽ പോകുന്നതെന്ന്. ഡോക്ടർ കണ്ടായിരുന്നു ഞാൻ തൊഴുത്തിലിരുന്ന് ജപമാല ചൊല്ലുകയും പശുവിൻ്റെ അടുത്ത് കുത്തിയിരുന്ന് അതിനെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത്. ഇഞ്ചക്ഷൻ എടുക്കാൻ വരുമ്പോൾ ഡോക്ടർ കണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ചേച്ചി എന്നാണ് കൃപാസനത്തിൽ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ നാളെ തന്നെ പോകുന്നുണ്ട്. അവിടെ എനിക്ക് പരിശുദ്ധ അമ്മയുടെ അടുത്ത് പറയണമെന്ന്. പിന്നെ മോനെ SLCക്ക് ഞാൻ പരിശുദ്ധ അമ്മേനോട് നല്ല മാർക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അവരെ നല്ല മാർക്ക് നൽകി അനുഗ്രഹിച്ചു. മക്കൾ സ്കൂളിൽ പോകുമ്പോഴും എവിടെ പോവുകയാണെങ്കിലും അവർ തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അവരവിടെ നിന്ന് പോകുള്ളൂ. അത്ര വിശ്വാസമാണ് വീട്ടിലെല്ലാവർക്കും. ഇച്ചായനും ജോലി കഴിഞ്ഞ് വന്നാൽ പ്രാർത്ഥിച്ചിട്ട് വിശുദ്ധ കുർബാന എന്നും കേട്ടുകൊണ്ടാണ് ഇച്ചായൻ കിടക്കുകയുള്ളൂ. പിന്നെ ഞാൻ ഉടമ്പടി പേപ്പർ നൽകുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തു, ബസ് സ്റ്റാൻഡുകൾ കൊടുത്തു, വീടുകൾ തോറും കയറി ഇറങ്ങിയും
പേപ്പറുകൾ കൊടുത്തു. അതോടൊപ്പം ഞാൻ കാശ് രൂപവും ജപമാലയും പലർക്കും നൽകി. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ജപമാല കൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെ ജപമാലയിൽ നല്ല സുഗന്ധം ലഭിക്കും. മുല്ലപ്പൂവിൻ്റെയും കുന്തിരിക്കത്തിൻ്റെയും മണം എനിക്ക് അനുഭവപ്പെടും. അപ്പം ഞാൻ കൂടുതലായിട്ട് ജപമാല എല്ലാവർക്കും മേടിച്ച് കൊടുക്കും. പരിശുദ്ധ അമ്മ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെയും മാതാവിൻ്റെയും ദർശനങ്ങൾ ഉണ്ടാവുകയും ഈശോയുടെ പീഡാസഹനങ്ങളും കുരിശുമരണവും ജനനവും എല്ലാം പുനരുദ്ധാരണവും എല്ലാം ഓരോ വിശുദ്ധ കുർബാനയിലും എനിക്ക് എൻ്റെ കൺമുമ്പിൽ കാണിച്ചു തരുന്നു. ആവേ മരിയ. ആദ്യമേ തന്നെ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനൊരു അവസരം തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ആഷ്ലി. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഒത്തിരി പേര് ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു സാക്ഷ്യം പറയാനായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള എനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഒരു 3.5-4 വർഷത്തിൻ്റെ അടുത്തുള്ളൊരു ആഗ്രഹമായിരുന്നു അബ്രോഡ് ഒരു കൺട്രിയിൽ പോയി പഠിക്കണം എന്നുള്ളത്. അങ്ങനെ എൻ്റെ ഡിഗ്രി പഠിക്കുന്ന സമയം തുടങ്ങിയിട്ടുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ IELTS-ന് ജോയിൻ ചെയ്തു. അതിന് മുന്നേ പറയട്ടെ, ഞാൻ 2017 തുടങ്ങി ഇവിടെ മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ട് കൃപാസനം പത്രം വഴി. പക്ഷെ എനിക്ക് വരാൻ സാധിച്ചത്